അമ്മൂമ്മയ്ക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമായിരുന്നു അല്ലേ? പാടവരമ്പിലൂടെ നടക്കുന്നതിനിടയിൽ കണ്ണൻ അത് ചോദിച്ചപ്പോൾ അമ്മ ഒന്ന് ഞെട്ടി. എനിക്കോ? ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. ഒരിത്തിരി നേരത്തെ മൗനത്തിനു ശേഷം അമ്മ പറഞ്ഞു. എന്തിനാ കള്ളം പറയണേ? എനിക്കറിയാം. ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. പണ്ടത്തെ മാഞ്ഞു പോയൊരു ചിരി അമ്മുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. വിടു കുട്ടേട്ടാ, അമ്മാവനപ്പുറത്തുണ്ട്. ഇടനാഴിയിൽ ആരുമില്ലാത്ത നേരത്ത് കുട്ടൻ പിറകിലൂടെ വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അമ്മു കുതറി മാറി. കണ്ടാലെന്താ, നീ എൻ്റെ പെണ്ണല്ലേ, അവർക്കൊക്കെ അറിയാവുന്നതല്ലേ. അയാൾ പിന്നെയും അവളെ പിടിക്കാനാഞ്ഞു. അതൊക്കെ ശരി, പക്ഷേ ശരിക്കും സ്വന്തമാവട്ടെ. അയാളുടെ കൈ തട്ടിമാറ്റി അവൾ പുറത്തേക്കോടി. എന്താ ഏട്ടാ ഈ പറയുന്നേ? കുട്ടനെ കൊണ്ട് അമ്മുവിനെ കല്യാണം കഴിപ്പിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചതായിരുന്നില്ലേ? എന്താ ഇപ്പൊ പെട്ടെന്ന്? കണ്ണീരോടെ അമ്മുവിൻ്റെ അമ്മ സ്വന്തം ഏട്ടനോട് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ലായിരുന്നു. എന്ത് പറയാനാ ഗൗരി ഞാൻ? അവളുടെ ജാതകം നോക്കി കണിയാൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? 1 വർഷം തികയ്ക്കില്ലാന്ന്. അവൻ്റെ ജീവൻ വെച്ച് ഒരു പരീക്ഷണം വേണോ? കണ്ണീരോടെ അയാളത് പറഞ്ഞതും വേണ്ട മാമേ, കുട്ടേട്ടനെന്നും സന്തോഷമായിരിക്കണ കണ്ടാൽ മതി എനിക്ക് എന്ന് പറഞ്ഞ് അമ്മയും വിളിച്ച് അവിടെ നിന്നിറങ്ങി അമ്മു. നീ എന്താ അമ്മു പറയുന്നേ? നിന്നെ താലി കെട്ടി ഞാൻ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ. നിന്നേക്കാൾ വലുതല്ല എനിക്കൊന്നും. ജാതകവും വീട്ടുകാരും ഒന്നും വേണ്ട നമുക്ക്. വാ, നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അന്ന് വൈകുന്നേരം കുട്ടേട്ടൻ വന്ന് പറഞ്ഞത് ഇന്നലെ നടന്ന പോലെ അമ്മു ഓർത്തു. ഞാൻ വരില്ല. ഇനിയും ഇത് പറഞ്ഞു വന്നാൽ എൻ്റെ ശവമായിരിക്കും കാണുക എന്നു പറഞ്ഞ് അയാളെ ഒഴിവാക്കി വിടുമ്പോൾ ഉള്ളിൽ അയാളുടെ ദീർഘായുസിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാവരുടെയും നിർബന്ധപ്രകാരം അയാൾ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. പണം കൊണ്ടും പെരുമ കൊണ്ടും അവരെക്കാൾ ഒരുപാട് മേലെ നിന്ന നന്ദിനിയെ. പണത്തിൻ്റെ അഹങ്കാരം ലവലേശം പോലും ഇല്ലാതിരുന്ന ഒരു പാവം പെണ്ണ്. ജീവിതത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അയാൾക്ക് അമ്മുവിനെ മനഃപൂർവ്വം അല്ലെങ്കിലും മറക്കേണ്ടി വന്നു. എൻ്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് ആരാ അമ്മു? എത്ര നല്ല ആലോചനകളാ വന്നു പോകുന്നേ? അമ്മയുടെ ചോദ്യത്തിന് അമ്മുവിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒരാളെ മനസ്സിൽ വെച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നത് വരാൻ പോകുന്ന ആളോട് ചെയ്യുന്ന ചതിയല്ലേ അമ്മേ? എനിക്കിതാണ് സുഖം. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ. ജീവിക്കാൻ എനിക്കൊരു ജോലി ഉണ്ടല്ലോ. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. എനിക്ക് വിവാഹം വേണ്ട. അവളുടെ ഉറച്ച തീരുമാനത്തെ മാറ്റാൻ ആ പാവ അമ്മയ്ക്ക് മരണം വരെ സാധിച്ചില്ല. നിന്നോട് ഞാൻ ചെയ്ത ചതിയുടെ ഫലമാണ് ഞാനീ അനുഭവിക്കുന്നേ. പണമുള്ള വീട്ടിൽ നിന്നും അവൻ ആലോചന വന്നപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു. പക്ഷേ നീ എല്ലാം മറന്ന് വേറൊരാളെ വിവാഹം കഴിച്ചോളൂ എന്നാ ഞാൻ കരുതിയേ. ഇതറിഞ്ഞ് അന്ന് ഇറങ്ങിപ്പോയതാ അവൻ. അവൻ്റെ മകനെ പോലും എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടില്ല. നിന്റെ ജീവിതം ഞാൻ തകർത്തെന്ന് പറഞ്ഞ് എന്നെ ശപിച്ച അവൻ ഇറങ്ങിപ്പോയത്. എല്ലാ സത്യവും അറിഞ്ഞിട്ടും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ കുറ്റബോധം അവനൊരുപാടുണ്ടാകും. എല്ലാം എൻ്റെ തെറ്റാ. തിരുത്താൻ പറ്റില്ലല്ലോ ഒന്നും. അവസാനം ഈ കിടപ്പ് കിടക്കുമ്പോൾ നീ മാത്രമായി എൻ്റെ ആശ്രയം. ഒരു വശം തളർന്നു കിടക്കുന്ന അമ്മാവൻ വ്യക്തമല്ലാത്ത രീതിയിൽ വർഷങ്ങൾക്ക് ശേഷം അത് പറഞ്ഞൊപ്പിച്ചപ്പോൾ അമ്മു ആദ്യമായി അയാളെ വെറുത്തു. തനിയെ ഒന്നും ചെയ്യാനാകാതെ കിടന്ന കിടപ്പിൽ മാപ്പിരക്കുന്ന അയാളോട് എന്ത് പ്രതികാരം ചെയ്യാൻ? അമ്മാവൻ മരിച്ചപ്പോൾ നന്ദിനിയെയും കണ്ണനെയും കൂട്ടി വർഷങ്ങൾക്ക് ശേഷം വന്ന കുട്ടിയേട്ടൻ്റെ കണ്ണുകളിൽ പശ്ചാത്താപത്തിൻ്റെ തിരയിളക്കം അവൾ കണ്ടു. ആരോടും പരിഭവം പറഞ്ഞിട്ടില്ല അവൾ. എല്ലാം വിധിയെന്ന് കരുതി ജീവിച്ചു. പിന്നീട് അയാൾ ആ നാട്ടിലേക്ക് വന്നതേയില്ല. അമ്മായി എന്താ ഓർക്കുന്നേ? കണ്ണൻ്റെ ശബ്ദം അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. ഒന്നുമില്ല, ഞാൻ വെറുതെ. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എന്നോട് അച്ഛനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കും എല്ലാം അറിയാമായിരുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതിലുള്ള വിഷമം ഒരുപാടുണ്ടായിരുന്നു. അമ്മ പോയി അച്ഛൻ ഒറ്റയ്ക്കായപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞതാ അമ്മയെ കൂടെ കൂട്ടാൻ. പക്ഷേ മറ്റൊരാൾ പോയ ഒഴിവിലേക്ക് കൊണ്ടുവരേണ്ട ഒരാളല്ല അവളെന്ന് പറഞ്ഞ് അച്ഛൻ എൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞു. ആശുപത്രിയിൽ അവസാനമായി അച്ഛൻ എന്നോട് പറഞ്ഞതും അമ്മയെക്കുറിച്ചായിരുന്നു. കണ്ണൻ പറയുന്നതൊക്കെ മൗനമായി അമ്മു കേട്ടു. ഒരാളെ മാത്രമേ സ്നേഹിച്ചുള്ളൂ. എന്നെ വിവാഹം കഴിച്ചാൽ 1 വർഷത്തിനുള്ളിൽ മരണപ്പെടുമെന്ന് കേട്ടപ്പോൾ അതിനേക്കാൾ ഭേദം എന്നും അകലെ നിന്ന് ഒരു നോക്ക് കാണുന്നതാണെന്ന് കരുതി വിട്ടുകൊടുത്തു. മറ്റൊരാളെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയില്ലെന്നുറപ്പുള്ളതിനാൽ ഒരു വിവാഹത്തിന് മുതിർന്നില്ല. എല്ലാം ചതിയായിരുന്നെന്ന് മനസ്സിലായപ്പോൾ ഉള്ളൊന്ന് നീറി. അപ്പോഴേക്കും എല്ലാം കൈവിട്ടല്ലോ. അമ്മുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ വരുമോ?
എൻ്റെ അമ്മയായിട്ട്. എനിക്കും അവിടെ ഇനി വേറെ ആരുമില്ല. കണ്ണൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് അമ്മുവിന് അറിയില്ലായിരുന്നു. കണ്ണൻ്റെ കൂടെ ആ തറവാട്ടിൻ്റെ പടിക്കെട്ടുകൾ ഇറങ്ങുമ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ എൻ്റെ മകൻ്റെ കൂടെ പോവാണ്. എനിക്ക് പിറക്കാതെ പോയ മകൻ്റെ കൂടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.